ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡവ് ജോൺസ് 6 പോയിൻറ്റ് ക്ലോസ് ചെയ്തില്ല, ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച. ഡവ് ജോൺസ് 6 പോയിൻറ്റും S&P 5 പോയിൻറ്റും നസ്ഡാക്ക് 1 പോയിൻറ്റും ഫ്ലാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 12 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ആദ്യമേ ഒരു കാര്യം പറയാം. ഈ മാസത്തെ ഡിസംബറിൽ നമ്മുടെ പ്രീ മാർക്കറ്റിലും വീക്കിലി അനാലിസിസിലും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മാർക്കറ്റ് ഡിസംബർ അവസാനിക്കുന്നതിന് മുന്നേ ഈ ഒരു പോയിൻ്റ് വരെ എത്താൻ സാധ്യത ഉണ്ടായിരുന്നു. 27,000 വരയ്ക്കും എത്താൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ഹൈ കട്ട് ചെയ്ത് ബ്രേക്കൗട്ട് കിട്ടിയിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 27,000 ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ തികച്ചും തെറ്റായിരുന്നു. കാരണം മാർക്കറ്റ് ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് 26,000 റേഞ്ചിലാണ്. മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് 27,000 പോകാനുള്ള ഒരു സാധ്യതയും മാർക്കറ്റിൽ നിലവിൽ കാണുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നത്, മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ഫാളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറയുന്നത്, പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാർക്കറ്റിൽ ഈ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈ കഴിഞ്ഞിട്ട് നമുക്കൊരു ഹയർ ഹൈ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് വന്നിരിക്കുന്ന ഹൈകളെന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡിലോട്ടാണ് കാണിക്കുന്നത്. ലോവർ ഹൈ ആണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് 1-2 മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു ലോയും ഈ ലോയിൻ്റെയും ഈ ഒരു ഹൈയെയും കുറിച്ചിട്ട്. അപ്പം ഇവിടെ നിന്ന് ഓൾറെഡി ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ലോ ഞാൻ എടുത്തിട്ടില്ല. ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോ ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും, കാരണം എന്ന് പറയുന്നത് വളരെ അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള ലോയും ഹൈയും ആയതുകൊണ്ടാണ് അത് ഞാൻ കൺസിഡർ ചെയ്യാത്തത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമുക്കൊരു ബെൻഡ് കാണാം. ഈ ഒരു ഹയർ ഹൈയും ഈ ഒരു ഹൈ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഹയർ ഹൈ കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു ലോവർ ഹൈ, അതിൽ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡലിൻ്റെ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഒരു ഫോർമേഷൻ കാണാൻ പറ്റും. ഒരു ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് മാർക്കറ്റ് ഒരു ചെറിയൊരു ഫോളിനുള്ള സാധ്യത പ്രൈസ് ആക്ഷൻ അനുസരിച്ച് കാണുന്നുണ്ട്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള കൺസോൾട്ടേഷൻ ഏരിയ ആണ്. മാർക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറണം. പക്ഷേ ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ, ഈ ഏരിയയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിന് ഈ ഹൈക്ക് മുകളിൽ വിടാതെ തന്നെ ആ ഹൈയുടെ താഴെ തന്നെ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഹൈ വരയ്ക്കും പോകുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റിൽ അടുത്തൊരു റിജക്ഷൻ വരാൻ കാരണമെന്ന് പറയുന്നത്, സെല്ലേഴ്സ് ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലെന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കൊരു സെല്ലിംഗ് പ്രഷറുണ്ട്. അപ്പോൾ മാർക്കറ്റിന് മിക്കവാറും അതിന് മുകളിലോട്ട് വിടാൻ സാധ്യതയില്ല. ഇനി അടുത്ത് വരുന്നതെന്ന് പറയുന്നത്, ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം, ഒരു ലോ ക്രിയേറ്റ് ചെയ്യണം. ഇതിന് മുകളിൽ ലോ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇവിടുത്തെ സെല്ലേഴ്സ് സ്റ്റെപ്പ് ഡൗൺ ആയതുപോലെ തന്നെ ഇവിടെയുള്ള ബയേഴ്സ് ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയുടെ സ്ട്രെങ്ത് വീണ്ടും കുറയും. കാരണം എന്ന് പറയുന്നത്, വലിയ വൈഡായിട്ടുണ്ടായിരുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ സെല്ലേഴ്സ് താഴോട്ട് വന്നു, സെല്ലേഴ്സ് ഇവിടെ നിന്ന് താഴോട്ട് വന്നു, ബയ്യേഴ്സ് ഇവിടെ നിന്ന് വീക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് താഴെ ഒരു ലോവർ ലോ കാണാൻ പറ്റും. അല്ല, ഇവിടെ ബയ്യേഴ്സ് ഇവിടെ നിന്ന് സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സ്റ്റെപ്പ് മുകളിലോട്ട് അവർ കയറിയിട്ട് ഒരു ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്യും. ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ നോക്കേണ്ടതെന്ന് പറയുന്നത് 25,700 താഴെയാണോ മുകളിലാണോ
ഡേ ടൈം ഫ്രെയിമിൽ ഒരു ക്ലോസിംഗ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് 25,700 മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് കയറുന്നതെങ്കിൽ പിന്നെ അടുത്ത് ഈ ഒരു ഹൈ നോക്കുക. പക്ഷേ നിലവിലുള്ളൊരു പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മിക്കവാറും മാർക്കറ്റിൽ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ലോയ്ക്ക് താഴെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ബയേഴ്സ് വളരെയധികം സ്ട്രോങ് ആവണം. ഓൾറെഡി നമ്മുടെ ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ബെൻഡ് വന്നു കഴിഞ്ഞു. ട്രെൻഡ് റിവേഴ്സൽ ഓൾറെഡി മുകളിലോട്ട് വന്നു കഴിഞ്ഞു. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൂടെ ഒരു ബെൻഡ് അടുത്തിനി മിക്കവാറും കാണാൻ സാധിക്കും. ഈ ഒരു ലോയും എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ നമുക്ക് താഴെ കൂടെ ഒരു ബെൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹയർ ലോ വന്നു, ഇനി അടുത്ത് ഇതിന് താഴെ ഒരു ലോവർ ലോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് ഓൾറെഡി ഒരു 100% നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇപ്പോഴൊരു 50% നമുക്ക് ട്രെൻഡ് അപ്പ് ട്രെൻഡിൽ മുകളിലുള്ള ഈ ഒരു ഹൈ നോക്കിയിട്ട് നമുക്കൊരു 50%ഓളം മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി അടുത്തൊരു 50% എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വരച്ചിട്ടിട്ടുള്ള ഈ ഒരു ലോ 24,600 ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം, 25,700 ബ്രേക്ക് ചെയ്യണം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് അടുത്തൊരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,300 ആണ്. 25,300 പിന്നെ വരുന്നത് 25,700. ഈ രണ്ട് ലെവലും താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും വീണ്ടും ഈ ഒരു റേഞ്ചിലോട്ട് 24,600 റേഞ്ചിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. കാരണം ഇത് നേരത്തെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്ന ട്രെൻഡ് ലൈനാണ്. ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ഇത് ബ്രേക്കൗട്ട് കിട്ടി പോയിട്ട് പിന്നെ താഴെ വന്നപ്പോൾ നമുക്കിവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ അടുത്ത് വീണ്ടും ഒരു സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊക്കെ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു ലെവലെന്ന് പറയുന്നത് 25,700 ആണ്. ഇത് ഹയർ ടൈം ഫ്രെയിമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോവാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ ഓൾറെഡി നമുക്കൊരു അപ്പ് ട്രെൻഡ് ഉണ്ട്. ഇവിടെ കഴിഞ്ഞ വീക്കിലി അനാലിസിസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവിടെ നിന്ന് നമുക്കൊരു അപ്പ് ട്രെൻഡ് വന്നിട്ടുണ്ട്. മുകളിലോട്ടൊരു ബെൻഡ് പോയി. അതായത് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഹയർ ലോ ആണ്. അടുത്ത് വീണ്ടും ഇവിടെ ഇതിന് മുകളിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അപ്പ് ട്രെൻഡ് നിലനിൽക്കത്തുള്ളൂ. ആ ഒരു ലോ വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ, നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്ന 15 മിനിറ്റിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റിൽ അടുത്തിനി ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് കൊടുത്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് സ്റ്റിൽ അപ്പ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഇവിടെ ഈ ഒരു ലോ വന്നു, ഹയർ ലോ വന്നു, വീണ്ടും ഇതിന് മുകളിൽ ഹയർ ലോ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ അപ്പ് ട്രെൻഡ് നിലനിൽക്കും. പിന്നെ വീണ്ടും നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ക്യാൻഡിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പിന്നെ വീണ്ടും ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം. ഏത് ഹൈ ആണ്? ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം. അതായത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുകളിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യണം. ആ ലോയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഹൈ ആയിരിക്കും അടുത്ത് വീണ്ടും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇത് ബ്രേക്കൗട്ട് കിട്ടി ഇതിന് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് തന്നെ തിരിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് കഴിഞ്ഞ ഒരു ദിവസം വ്യാഴാഴ്ച പ്രീ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പഴയ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല. മാർക്കറ്റിൽ ചിലപ്പോൾ തിങ്കളാഴ്ച ഒരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുള്ള ലെവലെന്ന് പറയുന്നത് 117 132 ആണ്. ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റിന് മുകളിലോട്ട് എൻട്രി നോക്കാവൂ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 117 132 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നോക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മുകളിലോട്ട് പോയാൽ ഇവിടെ നിന്നൊരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. CPR വരുന്നതെന്ന് പറയുന്നത് നാരോ CPR ആണ്. 26,050
23 മുതൽ 26,076 വരെയാണ്. ഏകദേശം 23 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സപ്പോസ് മുകളിലോട്ട് പോയാലും മാർക്കറ്റിന് തിരിച്ചൊരു ഡൗൺ ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് ലെവൽസ് നോക്കിയിട്ട് 26,117, 132 മുകളിലോട്ട് സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് എൻട്രി നോക്കുക. CPRൽ ചിലപ്പോൾ റിജക്ഷൻ വരാൻ CPR എന്തായാലും ബ്രേക്കൗട്ട് കിട്ടും. മുകളിലോട്ട് പോയാലും തിരിച്ച് താഴോട്ട് CPRന് ബ്രേക്കൗട്ട് കിട്ടും. 26,000 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. അതായത് വെള്ളിയാഴ്ചത്തെ ലോ വരുന്ന റേഞ്ച്. ലോ കൃത്യമായിട്ട് ഒരു 15 മിനിറ്റിലെങ്കിലും താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ താഴോട്ട് എൻട്രി എടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 26,004, 25,985 താഴോട്ട് സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടിയാൽ ചിലപ്പോൾ ഈ 2 ലെവൽസിലോട്ടും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സപ്പോർട്ട് എന്ന് പറയുന്നത് 25,932, 25,915. രണ്ടാമത്തെ ലെവൽ വരുന്നതെന്ന് പറയുന്നത് 25,867, 25,850. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്